നമ്മൾ അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പം ചെരുപ്പും കാര്യങ്ങളൊക്കെ കൂടെ സൈഡിൽ സേഫാക്കി വെച്ചു. അങ്ങനെ ഹൗസ് സിസ്റ്റമാണ് കേട്ടോ അവിടെ. ഇതാണ് ഹൗസ്. ഇതിൽ വലിയ മീനുകളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ പള്ളിയുടെ ഉൾവശം. കളൊക്കെ പൂർണ്ണമായിട്ട് മാർബിളുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. മാർബിളാണ് കാണുന്നത് മുഴുവൻ. അങ്ങനെ അധികമാരും കണ്ടിട്ടില്ലാത്ത കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മുടെ ജലീൽ മാഷ് ഫാൻ്റ് എടുത്തു. അങ്ങനെ മാഷെ ഫാൻ്റ് എടുത്തു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അധിക ആളുകളും ആദ്യമായിട്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഫാൻ്റാണ്. ഒരു പിന്നെ ഇമോഷണൽ കണക്ഷനുള്ള ഒരു ഫാൻ്റ് കൂടിയാണ് കേട്ടോ അത്. അദ്ദേഹം ബോംബെയിൽ വരുന്ന സമയങ്ങളിലൊക്കെ ഇത് ധരിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോട് വടകര സ്വദേശിയായിട്ടുള്ള ഒരാളുടെ നൗഷാദ് ഭായ്, നമ്മുടെ ജൽമാഷ സുഹൃത്തു കൂടിയാണ്. നൗഷാദ് ഭായിൻ്റെ കടയിൽ വന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ വിഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ കടല കുറേ സംഭവങ്ങളുണ്ട്. ഇതാണ് നൗഷാദ് ഭായ് കേട്ടോ, വടകര സ്വദേശിയാണ്. ഓക്കെ, നല്ല അട ഉണ്ട്. അടമോ തുടങ്ങിയ ഞാൻ നെയ്ച്ചോറും കോഴിക്കറിയും കഴിക്കാണ്. ചായ ഉണ്ട്. അല്ല നമ്മൾ നാട്ടിൽ കഴിക്കാൻ അതേ ടേസ്റ്റാണ്. അടിപൊളി ഭക്ഷണം. എങ്ങനെ ഭക്ഷണം അങ്ങനെ നമ്മളിപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പള്ളിയിലേക്ക് വന്നതാണ്. ഇതാണ് നമ്മുടെ ജലീൽ മാഷ് ഉപ്പ 40 വർഷത്തോളം സേവനം അനുഷ്ഠിച്ച പള്ളി കേട്ടോ. ഇതാണ് ആ പള്ളി കേട്ടോ. നിസ്കാരമൊക്കെ നമ്മുടെ നാട്ടിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. അത് ഇവിടെ ഉള്ളതൊരു മലയാളി ഇമാമാണ്. ജലീൽ മാഷോട് സംസാരിച്ചിരിക്കുന്ന അദ്ദേഹമാണ് മലയാളി ഇമാമ്. ദുആവും കാര്യങ്ങളൊക്കെ 2 ദുആ ഉണ്ട്. ആദ്യമുള്ളത് തിരക്കുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു ദുആ. പിന്നെ അതേപോലെ പിന്നെ ദുആൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം ഉണ്ടാതിരിക്കും. പിന്നെ എല്ലാവരും ഉച്ചത്തിൽ ദുആ ചെയ്യും. അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ ഒരു പരിപാടി. അപ്പോൾ നമ്മൾ മുംബൈയുടെ തെരുവുകളിലൂടെ നൈറ്റ് ലൈഫ് ആസ്വദിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ജംഗ്ഷനിലെത്തി. നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ റാപ്പിഡോ അൻസർ മാഷ് നോക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഭയങ്കര ഹോണടിക്കാത്ത ഒരു സെക്കൻഡ് സമയമില്ല. ഹോണടിച്ചോണ്ടാ പോവാം. നമ്മളുടെ ഒരു നായ്ക്കുട്ടിയൊക്കെ ഭയങ്കര റഷ് പറഞ്ഞാൽ ഭയങ്കര റഷ്. അങ്ങനെ നമ്മൾ ഈ ട്രാഫിക്കിൽ നിന്ന് നമ്മൾ റാപ്പിഡോ നമ്മളെ വണ്ടി വന്നു. ഇതിൽ കയറിയിട്ടോ നമ്മളിനി നേരെ മറൈൻ ഡ്രൈവിലേക്ക്. ഇതാണ് കേട്ടോ ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മളിവിടെ ഇറങ്ങി കേട്ടോ. നമ്മൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. വിശാലമായിട്ടുള്ള ബീച്ചും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. 184 രൂപ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന്. വിശാലമായി പറന്ന് കിടക്കുന്ന മറൈൻ ഡ്രൈവിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തകർക്കോ ജലീൽ മാഷിന്റെ നേതൃത്വത്തിൽ. ജലീൽ മാഷ് ബോംബെയിലെത്തിയപ്പോ പുതിയ മുഖ ഫാൻ്റെ ഇവിടെ ഈ നേരത്തും കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുണ്ട്. ക്രിക്കറ്റ് എന്നുള്ളത് ഇവിടെയുള്ള ആളുകൾക്കൊരു വികാരമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മൾ കോഴിക്കോട് കാർപ്പുറത്തൊക്കെ ഇരിക്കുന്നത് പോലെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ കോഴിക്കോടിനൊക്കെ അപേക്ഷിച്ച് ഭയങ്കര നീറ്റാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയ സ്ഥലം കേട്ടോ. ഇനി അങ്ങോട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ് മൊത്തത്തിൽ. ഇവിടെ നമ്മൾ കയറുന്ന സ്ഥലത്ത് വേസ്റ്റ് ഇല്ലാത്തതുള്ളതിന് കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് വേസ്റ്റ് ആകണ്ടില്ലേ. ആ വേസ്റ്റിലാണ് ഇപ്പോൾ ഇതിലൊക്കെ ഇവിടെ ഇറങ്ങി കളിക്കണതും കുളിക്കണതൊക്കെ. കയറിയ സ്ഥലത്ത് നല്ല നീറ്റായി. ഇവിടെ കണ്ടില്ലേ ഫുള്ള് വേസ്റ്റാണ്. നിറയെ ആളുകളുണ്ട്. ഒരുപാട് നമ്മളെ കോഴിക്കോട് ബീച്ചിനേക്കാളൊക്കെ എത്രയോ വിശാലമായിട്ടുള്ള ബീച്ചാണ്. ഫുള്ള് ആൾക്കാരും. അമീന്റെ കണ്ണ് ശരിയല്ല. അൻസാർമാഷിന്റെ തീരെ ശരിയല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ അൻസാർ മാഷോട് പെണ്ണിട്ടൊരു കുട്ടിയുള്ള മനുഷ്യനാണ്. ആ ഒരു ഇതുമാണെന്ന് അമീ നോക്കണ പിന്നെ പോട്ടേക്കാം. ഞാൻ ജലീൽ മാഷിനെ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരും. ആണ്ട് നോക്കല് ഇങ്ങോട്ട് നോക്കല് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യാ. പൂരാ എന്താണ് പറയാ എന്താ പെണ്ണായ ചെയ്യാം. കാലം പോയൊരു പോക്കേ. നാട് വിട്ടാല്
ഇത് മദർസംഘം പറ്റി തോന്നാൻ സാർ ഞാനോട് പറയാം ഹറാമാണ് നോക്കാൻ പറ്റില്ല ഇവിടുന്ന് സ്കൂളിലും നമ്മുടെ നാട്ടിൽ നിന്നും കാണുന്ന മാതിരിയേ അല്ല ആൾക്കാർ ഫുള്ളരമ്പാ. പിന്നെ ഞാനോട് പറയുന്നുള്ളൂ. ഇതാണ് കേട്ടോ മറൈൻ ഡ്രൈവിൽ നിന്നുള്ള രാത്രി കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തോണി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്നാണ് നമ്മൾ മറൈൻ ഡ്രൈവിലെ കാഴ്ച കേട്ടോ. ഈ ഭാഗങ്ങളിലാണ് സിനിമ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നതും സംസാരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കട്ടൊക്കെ പതിച്ച ഒരു നല്ലൊരു ഏരിയ. ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് കളിക്കാനും ഇരിക്കാനും വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സ്ഥലങ്ങളാണ് നമ്മൾ സിനിമകളിലും മറ്റൊക്കെ കാണാറുള്ളത് കേട്ടോ. ഇങ്ങനെ പല സിനിമകളും ഷൂട്ട് ചെയ്ത സ്ഥലം കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഫുള്ള്. അപ്പം ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇതൊരു ടണലാണ്. ഇവിടെ അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ. വാഹനങ്ങളൊക്കെ ഗൾഫ് മോഡൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ മറച്ച് വെച്ചിട്ടുണ്ട് ഷീറ്റ് കൊണ്ട്. വാഹനങ്ങൾ ഇതിൻ്റെ താഴെ കൂടെ ഒക്കെ പാസ് ചെയ്യുന്ന കാണാൻ കഴിയും. അണ്ടർഗ്രൗണ്ടാണ്. ഡ്രൈവിലൂടെ കൂടുതൽ ആളുകളും വ്യായാമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഒരുപക്ഷെ രാവിലെ നേരത്തെ ഓഫീസിൽ പോകുന്ന ആളുകളൊക്കെ ആയിരിക്കും അവരാണ് എന്ന് തോന്നുന്നത്. ഈ നടന്നു വരുന്ന ആളുകൾ മുഴുവൻ വ്യായാമത്തിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാഴ്ച കണ്ടത് ഈ പോസ്റ്റുകളിലൊക്കെ മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ ബോർഡുകളാണ് കേട്ടോ. അതൊക്കെ പേരും ബിൽ ജാക്സ് ഉണ്ട്, അതുപോലെ ഫെൻ ബോൾട്ട്, അങ്ങനെ അങ്ങോട്ട് പോയാലും മുഴുവൻ ഓരോ പ്ലേയേഴ്സിൻ്റെ പിന്നെ ഫോട്ടോയും പേരൊക്കെ അടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ 3ാമത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. രാവിലെ 5:30 പള്ളിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, ജയിൽമാശം നടന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇവിടുത്തെ പ്രഭാത കാഴ്ചകൾ കാണിച്ചിട്ടാണ്. നമ്മൾ റൂമിൽ നിന്ന് ഇതാട്ടോ നമ്മൾ റൂം. അവിടെ നേരെ ഇറങ്ങി കാണുന്ന കാഴ്ചയാണ്. ഫുള്ള് വണ്ടികൾ, കണ്ണെത്താ ദൂരത്തോളം ബൈക്കുകൾ. ഇത് പാർക്കിംഗ് ഏരിയ അല്ല, ഇത് റോഡാണ്. ഫുള്ള് വണ്ടികളാണ്. ഇതാണ് നമ്മളെ പള്ളി. ഇവിടെ തന്നെ പള്ളിയുണ്ട്. പള്ളിയിൽ പോവാം. നിസ്കാരം തുടങ്ങിയതുകൊണ്ട് ഇതാണ് പള്ളി. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഭൂരിഭാഗം ആളുകളും തൊപ്പി ധരിക്കുക. 99% എല്ലാവരും ഫാൻ്റാണ് കേട്ടോ. ആരും തുണി എടുക്കുന്ന ആളുകളില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയും അഖില കാസർഗോഡ് മുസ്ലിം ജമാഅത്ത് രജിസ്ട്രേഷനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൊണ്ട് പോകുന്നു കേട്ടോ. ഇവിടെയൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അല്ലേ ചായ അപ്പോൾ ശേഷം ഒന്ന് കുടിച്ചാൽ മതിയോ? ലേറ്റ് ആവില്ല അല്ലേ? പിന്നെ നമ്മൾ പള്ളിയിൽ പോയ സമയത്ത് കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ മൗലൂദ് ഇല്ലുന്നുണ്ട് ഡെയിലി ഇവിടെ. പള്ളീൻ്റെ ഉള്ളിൽ തന്നെ ഒരു മദീനയിലെ പള്ളിയുടെ ഒരു ചിത്രമുണ്ട്. ആ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് എല്ലാവരും എണീറ്റ് നിന്നുകൊണ്ട് മൗലൂദും കാര്യങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ 2ഉം 3ഉം ടൈപ്പ് ദുആവും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് മാതേരാൻ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിനിയിപ്പം ഇവിടുന്ന് മസ്ജിദ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. മസ്ജിദ് റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഞങ്ങൾ യാത്ര തുടരുകയാണ്. നഗരമൊക്കെ ഉണർന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. വാഹനങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സമയം 6 മണി കഴിഞ്ഞു 48 മിനിറ്റ് 32 സെക്കൻഡ്. നമ്മൾ മസ്ജിദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടെ എൻജിൻ മാത്രം പോകണം. ഇനി ഇവിടുന്ന് ലോക്കൽ കയറിയിട്ട് വേണം നമുക്ക്
CSMTക്ക് പോകാൻ. അവിടെ നിന്നാണ് നമുക്ക് മറ്റൊരിടത്തേക്കുള്ള ട്രെയിൻ പിടിക്കേണ്ടത്. ഞങ്ങൾ ലോക്കൽ ട്രെയിൻ കയറി കേട്ടോ, CSMT. ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല, പിന്നെ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ്. അപ്പോൾ വണ്ടി പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ CSMT റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ട്രെയിൻ ഇറങ്ങി. ഇനിയാണ് നമുക്ക് ട്രെയിൻ പിടിക്കേണ്ടത്. കുട്ടികൾക്ക് സ്കൂളിലേക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, ഒരുപാട് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നരയിൽ എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ശ്രമത്തിലാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാഷ്മാർ. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തു CSMTന്ന് നെരാലിലേക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ തെളിയും, ഇത് ഓരോ പ്ലാറ്റ്ഫോം നമ്പറാണ്. അപ്പോൾ നമുക്ക് പിന്നെ പോകേണ്ട വണ്ടീൻ്റെ ഇവിടെ തെളിയെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നമുക്ക് നെരാൽക്ക് പോകാൻ വേണ്ടിയിട്ട് CSMTന്ന് കപ്പോലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ് പിടിക്കേണ്ടത് കേട്ടോ. അവിടെ കണ്ടില്ലേ കപ്പോലി 7:30. ആ ട്രെയിനിൽ പോയാൽ നമുക്ക് നെരാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാം. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത്. ഏതായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഇനി കയറാം. ഇനി പോയി നോക്കിയിട്ട് തന്നെ അറിയാം ബാക്കി കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി കേട്ടോ. ഇനി ഇവിടുന്ന് നീണ്ട 1 മണിക്കൂറും 40 മിനിറ്റും യാത്രയുണ്ട് നെരാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ ഇറങ്ങിയിട്ട് വേണം പിന്നെ വേറെ ട്രെയിനും കാര്യങ്ങളും പിടിച്ചിട്ട് വേണം മാത്തേരാൻ പോകാൻ. അങ്ങനെ ഞങ്ങൾ നേരൽ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഇറങ്ങി കേട്ടോ. ഭയങ്കര റഷ്യൻ. ഇവിടെ ഇതൊരു തലക്കലാണ്. നമ്മൾ ഛത്രപതി ശിവജി ടെർമിനൽ അതൊരു എൻഡാണ്. ഇതും ഏകദേശം മറ്റൊരു എൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ കമ്മിയാണ്. അങ്ങനെ നമ്മളിവിടെ ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. മാത്തേരാൻ ടു നരയിലും നരയിൽ ടു മാത്തേരാൻ. ഡെയിലി 2 ട്രെയിനുകളാണുള്ളത്, 8:50-നും 10:25-നും. 8:50-ന് പോകുന്നത് 11:00-ക്കും 10:25-ന് പോകുന്നത് 1:05-ന് അവിടെ എത്തും. പിന്നെ തിരിച്ചുള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇനി 10:25-നാണ് ട്രെയിന്. ഇപ്പോൾ 9:45 ആവണുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കണം ഇനി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല മസാല ദോശ അടിക്കുകയാണ് കേട്ടോ. നെരാലിൽ നമ്മൾ ടോയ് ട്രെയിനിൻ്റെ സമീപത്തായിട്ടുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ചെറിയ മാറ്റങ്ങളുണ്ട്, ഡ്രസ്സും കാര്യങ്ങളും കുഴപ്പമില്ല. ഡീസൻ്റ് വശം ഇതാണ് കേട്ടോ. നമുക്ക് മാത്തേരാനിലേക്ക് പോകാനുള്ള ടോയ് ട്രെയിന്. നമ്മളെ കോച്ച് D2 ആണ്. D2-ൽ 1, 2, 3 സീറ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോലെ ആയിരിക്കും എന്നാണ്. സെക്കൻഡ് ക്ലാസ് ആണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉൾവശം. ചെറിയ കോച്ചുകളാണ്. ഈ ടിക്കറ്റ് TTR വന്ന് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ മറ്റു ട്രെയിനുകളെ പോലെയല്ല, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെയാണ് എൻഡിങ്. ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നമ്മളെ ടോയ് ട്രെയിനിലുള്ള യാത്ര ആരംഭിച്ചു. നമ്മുടെ ടോയ് ട്രെയിനിലുള്ള യാത്ര കേട്ടോ. വളരെ പതുക്കെയാണ് ട്രെയിൻ പോകുന്നത്. നമുക്ക് ഏകദേശം പിന്നെ ഇപ്പോൾ സമയം 10:30 ആയിട്ടുള്ളൂ. നമ്മൾ അവിടെ എത്താൻ 1 മണി കഴിയും. അത്രക്കും കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ചെറിയൊരു ലാഗിലാണ് വണ്ടി പോവുക. മലകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കയറുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇത്ര അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളുകളൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടില്ല. അതിനു മുമ്പ് എന്താ ഒരു പേര്, ജുമ്മാപ്പതി അങ്ങനത്തെ എന്തോ ഒരു സ്റ്റേഷനിലാണ് എത്തിയത്. പിന്നെ ആകെ നമ്മൾ ടോയ് ട്രെയിൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ അവിടെ മുതൽ ഇതാണ് മുന്നിൽ ഏറ്റവും ഫസ്റ്റ് പോക്കിട്ടാണ്. ഇത്രയേ ഉള്ളൂ ആകെ. ഓക്കെ, നമ്മുടെ ടോയ് ട്രെയിൻ കയറ്റം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ആകെ ട്രെയിന്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് കണ്ടില്ലേ? യെസ്, അങ്ങനെ ടണലിന് പുറത്ത് ചാടി.
ആയിട്ട് കാണുന്നത് നമ്മളിപ്പോൾ കയറി വന്ന നേരെ നിന്ന ടൗണാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി മുകളിലേക്ക് പോകുന്നത്. പോയി എത്തിയിട്ടില്ല. ട്രെയിൻ പോകുന്നതിൻ്റെ മുകളിൽ കൂടിയായിട്ട് പിന്നെ റോഡുണ്ട് കേട്ടോ. ആളുകളൊക്കെ എന്താ വാഹനമൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. റോഡ് മാർഗവും നമുക്ക് അവിടെ എത്താം, മാത്തേരാനിലെത്താം. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിശ്ചിത എമൗണ്ട് ഓഫ് ടിക്കറ്റ് മാത്രമേ ഒരു ദിവസം കൊടുക്കുള്ളൂ. അപ്പം അതിൽ കയറി വരാം. അങ്ങനെ നമ്മുടെ യാത്ര മറ്റൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ്റെ പേര് വാട്ടർ പൈപ്പ് എന്നാണ്. ഇവിടെ ഈ വെള്ളം കിട്ടുന്ന ഏരിയ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ എല്ലാവരും വെള്ളമൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയും 1 മണിക്കൂറോളം നമുക്ക് മുകളിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. വെള്ളം മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. ആളുകളൊക്കെ വെള്ളം വാങ്ങുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ട്രെയിനൊക്കെ. നമുക്ക് വേണ്ടിയിട്ട് അൻസർ മാഷ് തിക്കും തിരക്കും കൂട്ടിയിട്ട് ഒന്ന് വെള്ളം വാങ്ങുന്നുണ്ട്. ഇവിടെ നാരങ്ങ വെള്ളം, ഫ്രൂട്ടി, പിന്നെ കുപ്പിവെള്ളം തീർന്നിനി. ഇപ്പോൾ കുപ്പികളൊക്കെ കൊണ്ടുവന്നേ. സ്ഥലത്തിന്റെ പേര് വാട്ടർ പൈപ്പ്. വാട്ടർ പൈപ്പ്. അതെ. അപ്പോൾ നമ്മൾ മാത്തേരാനിൽ പോകുന്ന വഴി വാട്ടർ പൈപ്പ് എന്ന സ്ഥലത്ത് നിന്ന് നാരങ്ങളും കുടിക്കാണ്ടോ. വേറെ എന്തൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ട്. നാരങ്ങയും മധുരമൊക്കെ ടേസ്റ്റ്. ഇത്തരത്തിൽ വാഹനങ്ങളിൽ കാറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പം റോഡിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ റോഡുകളും മറ്റൊക്കെ മുറിച്ച് കിടന്നുകൊണ്ടാണ് നമ്മുടെ ടോയ് ട്രെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് റോഡാണ്, ഇത് ട്രാക്കാണ്. നമ്മൾ കയറി വന്ന സ്ഥലങ്ങളും നമ്മൾ കയറി വന്ന പ്രദേശങ്ങളൊക്കെയാണ് താഴെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ അങ്ങകലെയായിട്ടൊരു പിന്നെ ഡാം പോലെ സെറ്റപ്പ് കാണുന്നുണ്ട്. ഡാമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ നിന്ന് കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. വലിയ കുന്നുകളും പാറകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഫുള്ള് ചുറ്റും മലനിരകളാണ്. ഇവിടെ എന്തോ ഒരു പിന്നെ അമ്പലം പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ ചാരിയുള്ള ഈ മലയാണ് ഫെഡ് ഫോർട്ടോ, അതെന്തോ പേരിൽ അറിയപ്പെടുന്നത്. എന്തോ ഗണപതിൻ്റെ എന്തോ ഒരു സംഭവമാണ്. ട്രെയിനിലുള്ളവരൊക്കെ ഒരു വിശ്വാസപ്രകാരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് മുകളിലെത്തി മാത്തേരാനിലെ. പിന്നെ കാഴ്ചകൾ നല്ല കാടായിട്ടോ ഫുള്ള്. നേരത്തൊക്കെ പിന്നെ ആകെ ഉണങ്ങിയ പ്രദേശമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ചൊരു പച്ചപ്പുള്ള പ്രദേശത്തെത്തി. മഴക്കാലത്ത് ഈ ഡ്രെയിനേജിലൂടെ ഒക്കെ വെള്ളം പോകാമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ മറ്റു മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നിറയെ വാഹനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വാഹനം വഴിയും വരാം. പക്ഷെ നമ്മളത് ഈ ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്വീകരിച്ചത്. മുകൾ ഭാഗത്തെത്തി എന്നാണ് തോന്നുന്നത്. ഇവിടെ നല്ല മുകളിലെത്തിയപ്പോൾ നല്ലൊരു കൂളിംഗ് ഉണ്ട്, തണുപ്പുണ്ട്. താഴെ ഭയങ്കര ചൂടായിരുന്നു. വെയിലുണ്ടെന്നുണ്ടെങ്കിലും കാറ്റിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ വെൽക്കം ടു മാത്തേരാൻ എന്നുള്ളൊരു ബോർഡ് കാണാൻ കഴിയും. ഇവിടെ താങ്ക് യു വിസിറ്റ് ഒക്കെയാണ്. അപ്പം ഇതിലെ കയറിയിട്ട് ഇതിലെ റിട്ടേൺ തിരിച്ചു വരുന്ന രീതി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മൾ കയറിയതുപോലെയുള്ള ഒരു സ്റ്റേഷനിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മാത്തേരാൻ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. ഇനിയാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാനുള്ളത്. അപ്പം ഇവിടെ ഇത് വെള്ളം കിട്ടുന്ന കൗണ്ടറാണ് ബാക്കിൽ കാണുന്നത്. അവിടുന്ന് വെള്ളം നിറച്ചു. നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. ഇറങ്ങി ഇവിടെ വന്നാലും ഇവിടുന്ന് വേറെ ടിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ റെഡ് 50 രൂപയാണ് കേട്ടോ. ആ ടിക്കറ്റ് കാണിച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുള്ളൂ. ഇതിൽ നമുക്ക് സവാരി നടത്താൻ വേണ്ടിയിട്ട് ധാരാളം കുതിരകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ പിന്നെ ഏത് ഡയറക്ഷനിൽ ആദ്യം പോകണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. നോക്കാമെന്ന് അന്വേഷിച്ചു നോക്കട്ടെ. കുതിരകളെ പിന്നെ അങ്ങനെ എന്തൊരു കെട്ടി വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. വായൊക്കെ ആകെ മൂടി കെട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഇടക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇവിടെ പിന്നെ കക്കരി ഉണ്ട്,
പേരൊക്കെ ഉണ്ട്, മാങ്ങ, അത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സാധനം? ഇതാണ് ഇതെന്താ? 50 രൂപയാണ്. ഒരുപാട് കുതിരകൾ എന്തോ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടലിൽ കയറി. ഇവിടെ വടാപാവ് മാത്രമേ ഉള്ളൂ. വടാപാവ് കഴിച്ചുകൊണ്ടിരിക്കും, ചിലർ കഴിക്കണം. അപ്പം ഇതാണ് നമ്മുടെ മുംബൈക്കാരുടെ ദേശീയ ഭക്ഷണമായ ബഹുത് ടേസ്റ്റി വടാപാവ്. ഐസ മാതേരാൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാധവ്ജി പോയിന്റ് എന്നൊരു പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഉൾക്കാടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതേരാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വാഹനരഹിതമായിട്ടുള്ള ഹിൽ സ്റ്റേഷനിൽപ്പെട്ട ഒന്നാണ് മാതേരാൻ. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും അവിടെയും ഇടയ്ക്കായിട്ട് കാണുന്നുണ്ട്. അപ്പം എന്താണെന്നറിയില്ല. ഓക്കെ, ഇവിടെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. 36 കിലോമീറ്റർ പരക്കെ നടന്ന് കാണാനുള്ള ഏരിയ ഉണ്ട് ഇത്. ഇവിടെ പോലീസ് സ്റ്റേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുരങ്ങന്മാർ ഭയങ്കരമായിട്ടുണ്ട്. എല്ലാ സാധനം തട്ടിപ്പറിച്ച് പോകുന്നുള്ള പിന്നെ മുൻകരുതലെടുക്കണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. നല്ല അടിപൊളി സ്റ്റേയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് തന്നെ കാറുകളോ ബൈക്കുകളോ മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വായു വളരെ ഫ്രഷാണ്. നല്ല നാടിനെ അപേക്ഷിച്ച് ടൗണിനെ അപേക്ഷിച്ച് നല്ല ഫ്രഷായിട്ടുള്ള വായു ആണ് നമുക്കിവിടെ ശ്വസിക്കാൻ കിട്ടുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ മാതേരാൻ്റെ ഉള്ളിലായിട്ട് ഇതൊരു വില്ലേജാണ്. ഒരുപാട് കച്ചവടങ്ങളും ഒക്കെയുള്ള ഒരു ടൂറിസ്റ്റ് പ്രദേശമാണിത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് മൊത്തത്തിൽ 36 വ്യൂ പോയിൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അത് 36 കിലോമീറ്ററിലായിട്ടാണ് പരന്ന് കിടക്കുന്നത്. ഞങ്ങളല്ലാത്തൊരു മനുഷ്യന്മാർ നടന്നു പോകണില്ല. ഒരു പട്ടിക്കുട്ടി പോലും ഇവിടെ ഇല്ല. ഇതന്നെ ഏറ്റവും സ്ഥലം. പിന്നെ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു വഴി ഇങ്ങനെ നടപ്പാത ഇങ്ങനെ കാണുന്നുണ്ട്. അതൊന്ന് നോക്കൂ. അവസാനം നീണ്ട മിനിറ്റുകളുടെ ദൈർഘ്യമേറിയ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആ തടാകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ ചാർലോട്ടോ അതെന്തോണ് പേര്. വെള്ളം വളരെ കുറവാണ്. മഴക്കാലത്ത് ഒരേ വൈബേക്കാരം. പക്ഷേ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പ്. ഓക്കെ, ഇതാണ് ആ തടാകം കേട്ടോ. വെള്ളം കുറച്ച് കുറവാണ്. പിന്നെ അതിൻ്റെ അങ്ങേ കരയിലായിട്ട് ഷോപ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, മനോഹരമായിട്ടുള്ള സ്ഥലം, വൈബ്. നമ്മൾ അടുത്ത കേന്ദ്രം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ താഴെ പിന്നെ പൊട്ടിപ്പാളീസായിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ഒരു പക്ഷേ താമസിച്ചിരുന്നതാവാം. നമ്മൾ കയറ്റം കുറേ ഇറങ്ങി, ഇനി കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് റിട്ടേൺ. ഈ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിൻറ്റുകളൊക്കെ അധികം കാണാനുള്ളത്. നമ്മൾ വരുന്ന സമയത്ത് അവിടെ കുതിരക്കാർ പിന്നെ 600ഉം 700ഉം ഒക്കെ എവിടെ വയ്ക്കാം. നമ്മൾ കയറി വെക്കണോ? അപ്പോൾ നമ്മൾ അവസാനം കിങ് ജോർജ് പോയിൻറ്റും കിങ് എഡ്വേർഡ് പോയിൻറ്റ്, ആ 2 പോയിൻറ്റുകൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 200 മീറ്റർ താഴേക്ക് ഇറങ്ങിയാൽ അത് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ആ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഒരു പോയിന്റ് അവിടെ ഉണ്ട് കേട്ടോ. അതേ കാരണം സൺസെറ്റ് പോയിന്റ്. ഏത് അവിടെ? ഓ, എത്ര പോകണ്ട പഞ്ഞി. നല്ല കാഴ്ചകൾ, നല്ല മഴയുള്ള സമയത്ത് നല്ല കോടൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. ഇപ്പോൾ നല്ല വന്നത് നമ്മൾ നല്ല കൊട്ടാറ വെയിലത്താ. ഇവിടെ നിൽക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഭാരമാണ് കേട്ടോ.
ഗണപതി വ്യൂ പോയിന്റിൽ നിന്നും എക്കോ പോയിന്റ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ വെയിൽ, അടിപൊളി വെയിൽ. നല്ല സമയത്ത് വന്നാൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മൺസൂൺ മഴയുടെ സമയത്താണ് കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. ഇവിടുന്ന് നമ്മൾ കണ്ട വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കോട മൂടി കിടക്കുന്ന സമയമായിരിക്കും. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നല്ല അഡ്വഞ്ചറായിട്ട് നമുക്ക് ഇതിലൊക്കെ സഞ്ചരിക്കാനും പോകാനൊക്കെ കഴിയും. അങ്ങനെ നമ്മൾ മാഥേരാനിലെ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല കാഴ്ച, അപാര കാഴ്ച. നമ്മൾ ട്രെയിനിൽ വന്ന സമയത്ത് കണ്ട അതിനോട് സദൃശ്യം തോന്നുന്ന കാഴ്ചകളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇവിടെ ബോർഡുണ്ട് എക്കോ പോയിന്റ്. സൂപ്പർ കാഴ്ചയാണ്. ഒരുപാട് യാത്രികർ ഇവിടെ ഉണ്ട് ഈ ഒരു സീസൺ അല്ലാത്ത സമയത്തും. എക്കോ പോയിന്റിൽ എത്തിയിരുന്നു. കൂക്കി വെക്കാം കേട്ടോ, കേക്ക് വെക്കലോ. ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. ഓരോ പോയിന്റിലേക്കും ഇത്ര കിലോമീറ്റർ ദൂരമാണുള്ളത്. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷേ തീരെ ക്ലീൻ അല്ല. നായകൾ കരയായിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും. അവിടെ ഒരു ചേച്ചി എന്തോ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഹണിമൂൺ പോയിന്റ് 2 minutes എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ശാന്തസുന്ദരമായ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇതാണ് ഹണിമൂൺ പോയിന്റ്. ഓരോ പേരും പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചാൽ ഒക്കെ ഒരേ കാഴ്ച തന്നെ, വേർത്തില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഹണിമൂൺ പോയിന്റ് സന്ദർശിച്ചു. നമ്മൾ നേരെ ഇനി അടുത്ത ഹണിമൂൺ ആഘോഷിക്കാൻ ഒരാളെ കിട്ടിയാൽ മതി. ഇത് ഞാൻ അമീന് ഇവിടൊക്കെ നോക്കിയൊന്നും കണ്ടില്ലെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇനി നേരെ നെക്സ്റ്റ് പോയിന്റ്. ഒക്കെ ചെറിയ ചെറിയ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെ ശരിക്കും കുതിരേൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ബോർഡ് നോക്കി സൈൻ ബോർഡ് നോക്കി കൃത്യമായിട്ട് പോന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓരോ പോയിന്റിനും പെട്ടെന്ന് എത്താനും പറ്റും കേട്ടോ. അതൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. അതെ, പിന്നെ ശീലവും. അപ്പോൾ നമ്മളിങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് നമ്മൾ നേരത്തുള്ള ആ ടോയ്ലറ്റിൽ നമ്മൾ അൻസാർ മാഷ് മൂത്രമൊഴിക്കാൻ പോയി. എൻ്റെ സ്പോട്ടിൽ ഷടപടെ പറഞ്ഞ പുറത്തേക്കന്നെ ചാടണുണ്ടീനി. മൂത്രമൊഴിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു മൂത്രമൊഴിക്കണം, എനിക്കൊരു ഭക്ഷണം ഒന്നും വേണ്ടെന്നൊക്കെ പറയുന്നു. എന്താ കണ്ടെന്ന് ബോസ് പറയുന്നുണ്ട്. ഞങ്ങൾ എന്ത് കണ്ടു അതിനുള്ളിൽ പറയൂ. എന്തോ സാധനം കണ്ടു. മൂത്രം ഉള്ളോട്ട് വലിഞ്ഞു പോയി എന്നായിരുന്നു. ഇത് മാഥേരാനിൽ കണ്ടിട്ടുള്ള ഒരു കുളം മോഡലൊരു സെറ്റപ്പാണ്. ഇവിടെ കാട്ടിനുള്ളിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ കുളിക്കാനും കുടിക്കാനൊക്കെ അതായിരിക്കും സംഭവം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് ഇവിടെ എഴുതി വെച്ചൊന്നും കാണുന്നില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. ഇതിൻ്റെ ഉള്ളിലായിട്ട് ധാരാളം ബിൽഡിങ്ങുകളും പഴയ കാലത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗേറ്റ്, ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ 1896 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഗ്രീൻവുഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാൻ പറ്റൂല, അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് പക്ഷേ ബ്രിട്ടീഷുകാരോ ഒക്കെ അവരൊക്കെ സമയത്ത് ഉണ്ടാക്കിയ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ സൺസെറ്റ് പോയിന്റിലേക്ക് പോകുന്ന വഴിയുള്ള അവസാന ഷോപ്പാണെന്ന് തോന്നുന്നുണ്ട്. സാധനങ്ങൾക്ക് വില കൂടും കേട്ടോ. ഉയരം കൂടുന്തോറും സാധനങ്ങൾക്ക് വില കൂടുമെന്ന് പറഞ്ഞാൽ സാധനത്തിനൊക്കെ വില കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഷോപ്പിൽ നിന്നും ഇവിടെയുള്ള ചേച്ചിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ ഷോപ്പ് ബാക്കിൽ കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ആ കടയിൽ നിന്ന് അവിടെയുള്ള ആളുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. വാഹനങ്ങൾ വരില്ല, നല്ല ഫ്രഷ് എയറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള ആളുകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നരകതുല്യമാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ നല്ല പിന്നെ ഒരു സ്കൂളില്ല, പിന്നെ ഉയർന്ന വിദ്യാഭ്യാസം നൽകാൻ താഴെ ഏറ്റവും താഴെ പോകണം. പിന്നെ അതേപോലെ പിന്നെ ഹോസ്പിറ്റലിൽ അസുഖം ബാധിച്ച് സീരിയസ് ആയിട്ട് അസുഖം ഉണ്ടായാലും ആളുകൾ മരിച്ച വേറെ യാതൊരു നിവൃത്തിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ നല്ല സാധനങ്ങൾ കിട്ടില്ല, നല്ല വെളിച്ചമില്ല, സൗകര്യങ്ങൾ, യാത്രാ സൗകര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ഇവിടെ കാര്യമായിട്ട് കുറച്ച് കുതിരയും പാവപ്പെട്ട ജനങ്ങളും ഉണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ പിന്നെ പലതും ഓഫായി കിടക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള ടൗൺ ഏരിയയിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാനും പിന്നെ ഒന്ന് ഫീൽ ഇവിടെ നല്ല മാങ്ങ തൂണെടുക്കുന്നുണ്ട് കേട്ടോ. മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഏരിയ അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. പക്ഷേ ഇവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും പറയാണ്, ഇത് എന്ന് പറയുന്നത് മാത്തേരാൻ എന്ന് പറയുന്നത് മാത്തേരാനിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതൊരു നരകതുല്യമായിട്ടുള്ളൊരു ജീവിതമാണ്. അവർ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സർക്കാരുകളോടും ഇവിടുത്തെ പിന്നെ അധികാരികളോടൊക്കെ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല. എത്ര കാലമായിട്ടും ഇതൊന്നും പ്രാപ്തികമായിട്ടില്ല. ഇനി വരുന്ന കാലങ്ങളിൽ ഇതൊക്കെ നടക്കട്ടെ, ഇവിടെ ജീവിതം മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ 4 ഭയ്യമാരെ കണ്ടിട്ടുണ്ട്. ഒരാൾ പോലീസിലാണ്, ഒരാൾ പിന്നെ പട്ടാളത്തിലാണ്, മറ്റാൾ വേറെ എന്തോ ഇതിലാണ്. നല്ല കമ്പനിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ. അപ്പോൾ ഇവർക്ക് പിന്നെ ഇന്ന് ചെന്നൈ അതുപോലെ മുംബൈ മാച്ചൊക്കെ നടക്കുന്നത്. ഇവരടുത്ത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ യൂണിഫോം ഉണ്ടായാൽ സ്റ്റേഡിയത്തിലേക്ക് കയറാൻ വിളിക്കുന്ന ഒരു പാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർ പോകണില്ല എന്നൊക്കെ പറഞ്ഞു. ഉള്ളിൽ മാത്തേരാൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള നല്ല പ്രീമിയം സെറ്റപ്പ് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു അശോക് ഹോട്ടലുണ്ട്, അതേപോലെ ഇവിടെ ഒരു ബോംബെ വ്യൂ ഹോട്ടൽ മാത്തേരാൻ അങ്ങനെയൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഈ മാത്തേരാൻ്റെ ഉള്ളിലായിട്ട് ഇത്തരത്തിലുള്ള വിശാലമായിട്ടുള്ള ഒരു പാർക്കും സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ആളുകളൊന്നും തീരെ ഇല്ല. ഒരു പക്ഷേ റെയിനി സീസണിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടികളോ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ആരും ഇല്ലാതെ ഇങ്ങനെ വേക്കൻ്റായി കിടക്കുകയാണ്. നമ്മൾ അവസാനം നമ്മൾ കയറിയ ആ ഒരു പോയിന്റിലേക്ക് തിരിച്ചെത്തി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു മാപ്പ്. നമ്മൾ താഴേക്ക് കുറച്ച് ടാക്സി കിട്ടുന്നത് വരെ നമ്മൾ ടോയ് ട്രെയിനിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഇങ്ങോട്ട് വന്നതുപോലെയല്ല, പൂർണ്ണമായിട്ടും കാലി അടിച്ചിട്ടാണ് പോകുന്നത്. എല്ലാ ബോഗിയും കാലിയാണ്. ഇവിടെ ഇതിൻ്റെ പുറത്ത് അതിൻ്റെ ഒരു എൻജിൻ്റെ മാതൃകയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ പിന്നെ നിർമ്മാണം, ഈ ടോയ് ട്രെയിനിൻ്റെ ഈ റെയിൽവേ നിർമ്മാണം മറ്റു കാര്യങ്ങളൊക്കെ 1900-കളിലാണ് നടന്നിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അന്ന് ഒരു സ്വകാര്യ വ്യക്തി, അന്നത്തെ രാജാവോ പ്രമാണിയോ ആരോ ആണ്, അബ്ദുൽ ഹുസൈൻ ആദംജി പീർബായ് എന്ന വ്യക്തിയാണ് ഈ ട്രെയിൻ അന്ന് 1900-ൽ നിർമ്മിച്ചിട്ടുള്ളത്. മാത്തേരാനിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഇത്തരത്തിലുള്ള ഒരു ടോയ് ട്രെയിൻ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. 1901-ൽ ഈ റെയിൽവേയുടെ പണി ആരംഭിക്കുകയും 1907-ൽ ഇതിൻ്റെ പണി അവസാനിക്കുകയും ചെയ്തു. അന്ന് 1900-ൽ ഏകദേശം 16,000 ലക്ഷം രൂപയാണ് ഇതിന് ചിലവായിട്ടുള്ളത്. നേരാലിൽ നിന്നും മാത്തേരാനിലേക്കും മാത്തേരാനിൽ നിന്നും നേരാലിലേക്കും മാത്രമാണ് ഈ ടോയ് ട്രെയിൻ സംവിധാനം നിലവിലുള്ളത്. 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഒരു യാത്ര, ഈ ഒരു പാത വളരെ ദുർഘടം പിടിച്ച ഒരുപാട് വളവുകളും തിരിവുകളും ഒക്കെ താണ്ടിയിട്ടാണ് ഈ മലയുടെ മുകളിൽ എത്തിച്ചേരുന്നത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 800 അടിയോളം ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം, മാത്തേരാൻ എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മാത്തേരാനോട് യാത്ര പറയുകയാണ്. നമ്മളെ ടോയ് ട്രെയിൻ കയറിയിട്ട് താഴേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് എന്താണ് സ്ഥലത്തിൻ്റെ പേര്? അമൻ ലോഡ്ജിൽ നമ്മൾ ടാക്സി ഉപയോഗിച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് താഴേക്ക് വരും കേട്ടോ. അങ്ങനെ നമ്മൾ മാത്തേരാനോട് വിട പറയുകയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ഓട്ടോസ് ഉണ്ട് കേട്ടോ, ഇവിടുന്ന് മാത്തേരാൻ വരെ പോകാൻ. പക്ഷേ അവിടെ നിന്നാണ്ട് നമുക്ക് യാതൊരുവിധ വെഹിക്കിൾസും വരവിടല്ല. പിന്നെ ഒരു ദിവസം മുഴുവൻ മാത്തേരാനിൽ ചെലവഴിച്ച ശേഷം ഇപ്പോൾ സമയം 6 മണിയായി. രാവിലെ നമ്മളിപ്പോൾ 6 മണിക്ക് ഇറങ്ങിയില്ലേ, ഓൾമോസ്റ്റ് 6 മണിയോടെ അടുത്ത് നമ്മൾ പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാത്തേരാനിലാണുള്ളത്. ഇനി ഇവിടുന്ന് പിന്നെ 2-3 മണിക്കൂർ യാത്ര ചെയ്യണം നമുക്ക് നമ്മുടെ റൂമിലേക്ക് തന്നെ എത്താം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വണ്ടി കയറി കേട്ടോ. ഇവിടുന്ന് 10 മിനിറ്റ് കൊണ്ട് താഴെ എത്തും എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് 100 രൂപയാണ് പറഞ്ഞത്.
നമ്മൾ നേരത്തെ കയറിയ മലനിരകൾക്ക് അരികിൽ കൂടി തന്നെ നമ്മൾ റോഡ് മാർഗം താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നും ലോക്കൽ ട്രെയിൻ കയറി രാത്രി 8:10 കൂടി നമ്മൾ ബാദർ എന്ന സ്ഥലത്ത് എത്തും കേട്ടോ. ദാബർ എന്ന സ്ഥലത്ത് ഞങ്ങൾ ദാദറിൽ ട്രെയിൻ ഇറങ്ങി. ഇനി ബാന്ദ്ര ലക്ഷ്യമാക്കിയിട്ട് യാത്ര പോവാം കേട്ടോ. ഇന്ന് ഇവിടെ ചെന്നൈ മുംബൈ കളി നടക്കുന്നുണ്ട് വാങ്കഡയിൽ. പക്ഷേ അതിൻ്റെ അടുത്തൊന്നുമില്ല. ബാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ ഫാൻ പാർക്ക് ഉണ്ടെന്ന് നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ജസ്റ്റ് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഫാൻ പാർക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു. അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾക്കൊന്നും അവിടെ അങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഏതായാലും പോയി നോക്കാം, രണ്ടും കൽപ്പിച്ച്. കിട്ടി പോയാൽ പോയി. നമ്മളിവിടെ ഇറങ്ങി. ഇതിൻ്റെ ഉള്ളിലൂടെ ആണെന്നാണ് ഈ ഓട്ടോക്കാരൻ പറഞ്ഞത് കേട്ടോ. ജിയോ വേൾഡ് ഗാർഡൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇറക്കിയില്ല. ഇൻ്റർനെറ്റ് ചതിച്ചു ഗായ്സ്. അപ്പോൾ ഇനി നമ്മൾ കുറേ ദൂരം താണ്ടിയിട്ട് നമുക്ക് റൂമിലേക്ക് തന്നെ പോകണം. ഈ ഒരു ഏരിയ ഫുള്ള് ബാങ്കിൻ്റെ ഒരു ഏരിയ തോന്നുന്നു കേട്ടോ. ഇവിടെ ഏതാ ബാങ്ക് ഓഫ് അമേരിക്ക ഉണ്ട്, ഇവിടെ ബറോഡ ബാങ്കിൻ്റെ ഉണ്ട്, പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഇതാ, കുറേ കൊട്ടക് ബാങ്ക് ഇതാ ഫുള്ള്. അതിൻ്റെ വലിയ ഹെഡ് ഓഫീസുകൾ അതുകൊണ്ട് ഇവിടെ. നമ്മൾ നേരെ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ തിരികെ എത്തിയിട്ടോ. നമുക്ക് കളി കാണാൻ കഴിഞ്ഞില്ല. ആ വിഷമം ഫോണിൽ കണ്ട് തീർക്കാം. എന്ത് വിധി ഇത്. നമ്മളങ്ങനെ അവസാനം നമ്മുടെ സ്റ്റേഷനായിട്ടുള്ള മസ്ജിദ് സ്റ്റേഷനിലെത്തി. ഇങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. എന്നാൽ മാത്രമേ നമ്മളെ റൂമിലെത്തുള്ളൂ. ഭയങ്കര ടയർഡായിട്ടാണ്. ഒരുപാട് രാവിലെ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് വേറെ ഹോട്ടലിലേക്ക് പോകാൻ കേട്ടോ. ഇത് ജയിൽമാഷിയുടെ സുഹൃത്താണ്, നാട്ടുകാരനാണ്, സൽമാൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഒരു ഹോട്ടൽ, നല്ല വശമുള്ള ഹോട്ടലിൻ്റെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ, റൊട്ടി, ബിരിയാണി. അപ്പോൾ ഈ നടുവിൽ നടക്കുന്നതാണ് കേട്ടോ നമ്മുടെ സൽമാൻ ഭായ്. മുംബൈയുടെ പച്ചയായ ജീവിതം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കാണിച്ചു തരികയും മനസ്സിലാക്കിയൊക്കെ തരികയൊക്കെ ചെയ്തു കേട്ടോ. മുംബൈ എന്താണ്, എങ്ങനെയാണ് മുംബൈയിലെ ജീവിതം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുംബൈയുടെ എല്ലാ ഭാഗങ്ങളും A to Z കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായി ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ. വളരെ സംസാരപ്രിയനാണ് ആള്. നല്ല നർമ്മം കലർന്ന ഭാഷയിൽ എല്ലാ കാര്യങ്ങളും. അദ്ദേഹം ഒരു ഹൃദയ കൂടിയാണ്. അദ്ദേഹം മദ്രസയിൽ പിന്നെ സദർ ഉസ്താദായി നിന്നിട്ടുണ്ട്, പള്ളിയിൽ ഖതീബായി നിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഫ്രാൻസ് ബേസ് ചെയ്തിട്ടുള്ള. അപ്പം മൊത്തത്തിൽ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മാറി കമ്പനിയിലായതുകൊണ്ട്. ഓക്കെ.